ഇതാണ് പണ്ടത്തെ യെരുശലേം നഗരം. യേശു ശിഷ്യന്മാരുടെ കൂടെ അവസാന അത്താഴം കഴിക്കാനായിട്ട് ഇവിടെ എത്തി. 24 മണിക്കൂറിനുള്ളിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഏത് ദൈവാലയത്തിൽ വെച്ചാണോ യേശുവിനെ രാജാവായി വാഴ്ത്തിയത്, അതേ സ്ഥലത്ത് വെച്ച് തന്നെ പലരും യേശുവിനെ കൊല്ലും. യേശുവിൻ്റെ അവസാന 24 മണിക്കൂറിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അന്നേ ദിവസം രാത്രി യൂദാസ് ഇസ്കര്യോത്ത മതനേതാക്കളുടെ സ്ഥലത്തെത്തി. മതനേതാക്കളാണെങ്കിൽ യേശുവിനെ കൊല്ലാനായിട്ട് ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ എന്ന് നോക്കി നിൽക്കുമായിരുന്നു. 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ഈ യൂദാസ് യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വരുന്ന പണമെല്ലാം നോക്കി നടത്തിയിരുന്ന ട്രഷററായിരുന്നു ഇവൻ. സാത്താൻ യൂദാസിന്റെ ഉള്ളിൽ കയറിയെന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. വെറും 30 വെള്ളിക്കാശിന്, അതായത് ഒരു അടിമയെ വാങ്ങിക്കുന്ന വിലയാണത്, അവൻ തന്റെ ഗുരുവിനെ ഈ വിലയ്ക്ക് ഒറ്റിക്കൊടുക്കാം എന്ന് ഏറ്റു. പുരോഹിതന്മാർ അതിന് സമ്മതിച്ചു. അങ്ങനെ അതിനുള്ള പ്ലാൻ അവർ തുടങ്ങി. പിറ്റേ ദിവസം യേശു ശിഷ്യന്മാരെ എല്ലാം കൂട്ടിവരുത്തി. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയായിരുന്നു. ശിഷ്യന്മാരാണെങ്കിൽ പെസഹ ആഘോഷിക്കാനുള്ള സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഇതായിരിക്കും യേശുവിൻ്റെ കൂടെയുള്ള അവരുടെ അവസാനത്തെ അത്താഴം എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പെസഹ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു ആ വലിയ സത്യം തുറന്നു പറഞ്ഞു. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന്. ശിഷ്യന്മാരൊക്കെ ഇതെന്താ എങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ചു. പിന്നെ യേശു അപ്പക്കഷ്ണം മുക്കി യൂദാസിനെ കൊടുത്തിട്ട്, നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേഗത്തിൽ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞു. യൂദാസിനാണെങ്കിൽ ഇത് കേട്ട് നെഞ്ചെടുപ്പ് കൂടി. അവൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് ഇറങ്ങിപ്പോയി. ഒറ്റിക്കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ആരും അറിഞ്ഞില്ല. അവിടെ എന്താണ് സംഭവിച്ചത് എന്നാർക്കും മനസ്സിലായതുമില്ല. പിന്നെ യേശു അപ്പം എടുത്ത് മുറിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. പിന്നെ വീഞ്ഞ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുക. പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണിത് എന്ന് പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ ആഘോഷിക്കാൻ പോകുന്ന ഒരു കൂദാശയുടെ തുടക്കമാണ് ഇത് എന്ന് അറിയാതെ തന്നെ ശിഷ്യന്മാർ അത് കുടിച്ചു. ഇങ്ങനെ എല്ലാവരും കഴിച്ചും കുടിച്ചും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം യേശു ചെയ്തു. യേശു തന്റെ മേലങ്കി അഴിച്ചു വെച്ചിട്ട് ഓരോരുത്തരുടെയും കാലുകൾ കഴുകാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് അടിമകൾ മാത്രം ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു അത്. തന്റെ രാജ്യത്തെ നേതൃത്വം എന്ന് പറയുന്നത് വിനയത്തിലും മറ്റുള്ളവരെ സേവിക്കുന്നതിലുമാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെന്ന് കാണിക്കാൻ ഒരു സേവകനെ പോലെ ആ ഗുരു മുട്ടുകുത്തി. അത്താഴത്തിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. യേശു തൻ്റെ പ്ലാൻ ഒട്ടും മാറ്റിയില്ല. അത്താഴം കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു നേരെ യെരുശലേമിന് പുറത്തുള്ള ഗെത്സമനെ തോട്ടത്തിലേക്ക് തന്നെ പോകുമെന്ന് യൂദാസിന് നന്നായിട്ട് അറിയായിരുന്നു. യേശു പൊതുവെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. സത്യത്തിൽ ആ ഒലിവുത്തോട്ടം ഇന്നും അവിടെയുണ്ട്. അവിടെയുള്ള ചില മരങ്ങൾക്ക് 2000 വർഷത്തിലധികം പഴക്കമുണ്ട്. ഒരുപക്ഷെ ആ രാത്രി യേശു പ്രാർത്ഥിച്ചത് ഇതേ മരങ്ങളുടെ ചുവട്ടിലായിരിക്കാനും സാധ്യതയുണ്ട്. യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പക്ഷേ യേശുവിൻ്റെ സങ്കടം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആ സമയത്ത് വിവരിക്കാൻ പറ്റാത്തൊരു കാര്യം സംഭവിച്ചു. യേശുവിൻ്റെ വിയർപ്പ് വലിയ രക്തത്തുള്ളികളെ പോലെ നിലത്ത് വീണു എന്നാണ് ബൈബിൾ പറയുന്നത്. ഇതൊരു ഉപമയല്ല. ഇത് ഹിമറ്റോട്രോസിസ് എന്ന് വിളിക്കപ്പെടുന്ന വളരെ അപൂർവമായ ഒരു അവസ്ഥയാണിത്. കടുത്ത സ്ട്രെസ് വരുന്ന സമയത്ത് ചർമ്മത്തിലെ ചെറിയ ഞരമ്പുകളൊക്കെ പൊട്ടി രക്തം വിയർപ്പുമായി കലരുന്ന ഒരു അവസ്ഥയാണിത്. തന്നെ കാത്തിരിക്കുന്ന ശാരീരികവും മാനസികമായ വേദനയെക്കുറിച്ച് യേശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും എല്ലാം സമർപ്പിച്ചുകൊണ്ട് യേശു ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ എന്ന്. പെട്ടെന്ന് ആ തോട്ടത്തിലുണ്ടായിരുന്ന നിശബ്ദത മാറി. പന്തങ്ങളും വാളുകളും ആളുകളുടെ ശബ്ദവും കേൾക്കാൻ തുടങ്ങി. യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ദൈവാലയത്തിലെ കാവൽക്കാരുടെ കൂടെ യൂദാസ് അവിടെ എത്തി. കവിളിൽ ഒരു ഉമ്മ വയ്ക്കുന്നതാണ് കാവൽക്കാർക്കുള്ള സിഗ്നൽ. അങ്ങനെ യൂദാസ് യേശുവിനെ ചുംബിച്ച് ഒറ്റിക്കൊടുത്തു. പത്രോസ് ഇത് കണ്ട് പെട്ടെന്നൊരു വാളെടുത്ത് ഒരു കാവൽക്കാരന്റെ ചെവി വെട്ടിക്കളഞ്ഞു. പക്ഷേ ശിഷ്യന്മാർക്ക് പ്രശ്നമൊന്നും വരാതിരിക്കാനായിട്ട് യേശു കാവൽക്കാരന്റെ ചെവിയിൽ തൊട്ട് സൗഖ്യമാക്കി. എന്നിട്ട് പറഞ്ഞു, വാളേന്തുന്നവരുടെ എല്ലാം അന്ത്യം വാളുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന്. പിന്നെ ആരും ചിന്തിക്കാത്തൊരു കാര്യം അവിടെ സംഭവിച്ചു. യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരെല്ലാം ചെതറിയോടി. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മരണം വരെ കൂടെ ഉണ്ടാകും എന്ന് സത്യം ചെയ്ത അതേ ശിഷ്യന്മാർ ഇപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഓടി രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? ഒരു നിമിഷം കൊണ്ട് അവരുടെ കൂറ് ഇല്ലാതാകാൻ മാത്രം എന്താണ് സംഭവിച്ചത്? കുറച്ചു കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ അതിനു മുമ്പ് യേശുവിന് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. യേശുവിനെ അറസ്റ്റ് ചെയ്ത് വലിച്ച് അപ്പർ സിറ്റിയിലേക്ക് കൊണ്ടുപോയി. പണക്കാരും നല്ല സ്വാധീനമുള്ളവരും താമസിച്ചിരുന്ന ഒരു VIP ഏരിയ ആയിരുന്നു അത്.
അവിടെ ഒരു വലിയ മാളികയിൽ മുൻ മഹാപുരോഹിതനായ അന്നാസ് യേശുവിനെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ജൂത പുരോഹിതന്മാർക്ക് അവിടെ നല്ല വിലയുണ്ടായിരുന്നു. അവർ രാജാക്കന്മാരെ പോലെയാണ് യഹൂദ ജനത്തെ ഭരിച്ചിരുന്നത്. പക്ഷേ ആളെ കൊല്ലാനുള്ള അധികാരം അവർക്കില്ലായിരുന്നു. കാരണം റോമ ഭരണത്തിന്റെ കീഴിലായിരുന്നു അവർ. അതുകൊണ്ട് റോമൻ അധികാരികളുടെ സഹായം അവർക്ക് ആവശ്യമായിരുന്നു. ആരാണ് അതിനെ സഹായിച്ചത് എന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ജൂത നിയമം അനുസരിച്ച് രാത്രിയിൽ വിചാരണ ചെയ്യാൻ പാടില്ല. പെസഹ സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കേസുകൾ വിധിക്കുന്നതും വിധി വന്ന ഉടനെ തന്നെ വധശിക്ഷ നടപ്പിലാക്കുന്നതും അവരുടെ നിയമത്തിന് എതിരായിരുന്നു. പക്ഷേ അന്ന് രാത്രി ആ നിയമങ്ങളെല്ലാം നേതാക്കൾ കാറ്റിൽ പരത്തി. അന്നാസ് യേശുവിനെ ചോദ്യം ചെയ്തു, നിന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് എവിടെ? നീ ശരിക്കും എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ. യേശുവിന്റെ ഏറ്റവും അടുത്ത 2 ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും അവിടെ തന്നെ ആ ആൾക്കൂട്ടത്തിനിടയിൽ ഒളിച്ചു നിന്ന് ഇതെല്ലാം മിണ്ടാതെ കാണുന്നുണ്ട് എന്ന കാര്യം അന്നാസിന് അറിയില്ലായിരുന്നു. യേശു വളരെ ശാന്തമായിട്ട് മറുപടി പറഞ്ഞു, ഞാൻ എല്ലാ കാര്യങ്ങളും പരസ്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവാലയത്തിൽ വെച്ച് ഞാൻ പറഞ്ഞത് കേട്ടവരോട് ചെന്ന് ചോദിക്ക് എന്ന്. ആ മറുപടി കേട്ടയുടനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാവൽക്കാരൻ യേശുവിന്റെ മുഖത്തടിച്ചു. ഇത് യേശുവിന് കിട്ടിയ ആദ്യത്തെ അടിയായിരുന്നു. പക്ഷേ ഏറ്റവും മോശമായ ശിക്ഷ ആരംഭിക്കുന്നതേയുള്ളൂ. എല്ലാവരെയും ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യം യേശു പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് പുറത്തെ മുറ്റത്ത് ഭയാനകമായ ഒരു കാര്യം സംഭവിച്ചു. യേശുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസ് മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വേലക്കാരി അവനെ കണ്ടിട്ട് ചോദിച്ചു, നീയും ആ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്ന്. എനിക്കവനെ അറിയില്ല എന്ന് പത്രോസ് കള്ളം പറഞ്ഞു. 2 തവണ കൂടി ഇതേ കാര്യം സംഭവിച്ചു. ആ 2 തവണയും അവൻ എനിക്ക് അയാളെ അറിയില്ല എന്ന് തള്ളി പറഞ്ഞു. ആ സമയത്ത് കോഴി കൂകി. ഇതേ സമയത്ത് അടിയേറ്റ് ചോരയൊലിക്കുന്ന അവസ്ഥയിൽ യേശുവിനെ ആ മുറ്റത്തു കൂടി കാവൽക്കാരൻ കൊണ്ടുപോകുമായിരുന്നു. യേശു ആ സമയത്ത് പത്രോസിനെ നോക്കി. ക്രിസ്തു നേരത്തെ അവനോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഈ രാത്രിയിൽ തന്നെ കോഴി കൂകുന്നതിന് മുമ്പ് നിശ്ചയമായും നീ എന്നെ 3 പ്രാവശ്യം തിരസ്കരിക്കും എന്ന്. പത്രോസിന് ഇതെല്ലാം ഓർമ്മ വന്നു. അവൻ വിഷമിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. ഏകദേശം അർദ്ധരാത്രിയോടടുത്തു. അവർ യേശുവിനെ മഹാപുരോഹിതനായ കയ്യഫാസിന്റെ മുന്നിൽ എത്തിച്ചു. ഈ ഒരു രാത്രിക്ക് വേണ്ടി കയ്യഫാസ് ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു. അയാൾ യേശുവിനെ നോക്കി കളിയാക്കി ദേഷ്യത്തിൽ ചോദിച്ചു, നീയാണോടാ ദൈവപുത്രനായ ക്രിസ്തു എന്ന്. യേശു മറുപടി പറഞ്ഞു, ഞാനാകുന്നു. മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ തോന്നിയ ഒരു കാര്യം യേശു പറഞ്ഞു എന്നല്ല, 500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദാനിയേലിന്റെ 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ് യേശു പറഞ്ഞത്. അങ്ങനെ താൻ മശിഹയാണെന്ന് മാത്രമല്ല, താൻ തന്നെയാണ് ദൈവം എന്നുകൂടിയാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ന്യായവിധി പെട്ടെന്നായിരുന്നു. ഇങ്ങനെ പറഞ്ഞത് കാരണം ഇവൻ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റം ചുമത്തി അവനെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കാൻ അവർക്കൊരു കാരണം കിട്ടി. എന്നാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ജൂത നേതാക്കൾക്ക് മനുഷ്യരെ കൊല്ലാനുള്ള അധികാരമില്ലല്ലോ. അതിന് അവർക്ക് പൊന്തിയോസ് പീലാത്തോസിന്റെ സഹായം വേണമായിരുന്നു. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. യേശുവിന് ഈ സമയത്ത് 3ാമത്തെ വിചാരണ ഉണ്ടായി. ഈ പ്രാവശ്യം മുഴുവൻ ജൂത കൗൺസിലിന്റെയും മുന്നിൽ വെച്ചുള്ള ഔദ്യോഗിക വിചാരണയായിരുന്നു. ഈ കാര്യമെല്ലാം സംഭവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നഗരത്തിന്റെ മറ്റൊരു വശത്ത് യൂദാസ് ദൈവാലയത്തിലേക്ക് ഓടിപ്പോയി. സാത്താന്റെ സ്വാധീനം അവനിൽ നിന്ന് വിട്ടുപോയി എന്ന് തോന്നുന്നു. കാരണം സഹിക്കാൻ പറ്റാത്ത കുറ്റബോധം അവനിൽ ഉണ്ടായിരുന്നു. അവൻ പുരോഹിതന്മാരുടെ മുന്നിൽ ചെന്ന് ആ 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തുവല്ലോ എന്ന്. പക്ഷേ ഇങ്ങനെ കുറ്റസമ്മതം നടത്തിയത് കൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. അവൻ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്തുള്ള ഹിന്നോം താഴ്വരയിലേക്ക് പോയി. ഇത് ശരിക്കും പറഞ്ഞ യേശു പറഞ്ഞ ഗെഹന്ന എന്ന താഴ്വരയാണ്. നരകമെന്ന് പറയുന്ന ശപിക്കപ്പെട്ട സ്ഥലമാണത്. ക്രൂരതകളും പുറജാതീയ ബലികളും ഇവിടെ വെച്ച് ചെയ്യുമായിരുന്നു. ഇവിടെ വെച്ചാണ് കുറ്റബോധം സഹിക്കാൻ വയ്യാതെ യൂദാസ് തന്റെ ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചത്. പൊന്തിയോസ് പീലാത്തോസ് ഇപ്പോൾ ഭരണം നടത്തുന്ന ഹേരോദ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കയ്യഫാവ് യേശുവിനെ കൊണ്ടുപോയി. ജൂത നേതാക്കൾ യേശുവിനെ കൊട്ടാരത്തിന്റെ ഗേറ്റ് വരെ കൊണ്ടുപോയി. അവർ അകത്തേക്ക് കയറിയില്ല. കാരണം പെസഹയ്ക്ക് തൊട്ടുമുമ്പ് അശുദ്ധമാകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല ആ കൊട്ടാരം നിറയെ റോമൻ ദൈവങ്ങളുടെ പ്രതിമകളായിരുന്നു. അപ്പോൾ പിന്നെ ഈ വിചാരണകളൊക്കെ എവിടെ വെച്ചാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ പുരാവസ്തു ഗവേഷകർ അവിടെ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോം കണ്ടെത്തുന്നത് വരെ ഇതിന്റെ ഉത്തരം ആർക്കും അറിയില്ലായിരുന്നു. പീലാത്തോസ് കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്ന് ഈ ഉയർന്ന പ്ലാറ്റ്ഫോമിലുള്ള തന്റെ ന്യായാസനത്തിൽ ഇരിക്കുമായിരുന്നു. ഒരു ദിവസത്തിനകത്ത് തന്നെ നടക്കുന്ന യേശുവിന്റെ 4ാമത്തെ വിചാരണയാണിത്. എല്ലാവർക്കും യേശു പെട്ടെന്ന് മരിക്കാൻ പാടില്ല എന്നതായിരുന്നു ആവശ്യം. ആ സാമ്രാജ്യത്തിലെ തന്നെ ഏറ്റവും വേദനയേറിയ മരണം യേശുവിന് കൊടുക്കണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. അതായത് രാജ്യദ്രോഹികൾക്കും രാജ്യത്തോട് മത്സരിക്കുന്ന അടിമകൾക്ക് മാത്രം കൊടുക്കുന്ന കുരിശുമരണം. പക്ഷെ പീലാത്തോസ് ഒന്നും അടിച്ചു. കൊട്ടാരത്തിന് അകത്തും പുറത്തും വെച്ച് അയാൾ യേശുവിനെ പലതവണ ചോദ്യം ചെയ്തതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. നീ ജൂതന്മാരുടെ രാജാവാണോ എന്ന് പീലാത്തോസ് ചോദിച്ചു. യേശു മറുപടി പറഞ്ഞു, എന്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നുള്ളതല്ല എന്ന്.
ആ വാക്ക് കേട്ടപ്പോൾ തന്നെ റോമ സാമ്രാജ്യത്തിന് ഇവൻ ഒരു ഭീഷണിയല്ല എന്നത് പീലാത്തോസിന് മനസ്സിലായി. അയാൾ പുറത്തുപോയി യേശു നിരപരാധിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ജൂത നേതാക്കൾ എല്ലാവരും വല്ലാതെ ദേഷ്യപ്പെട്ടു. പീലാത്തോസിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. ഇത്രമാത്രം വെറുപ്പ് സമ്പാദിക്കാൻ ഈ മനുഷ്യൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് അവൻ ചിന്തിച്ചു. ആ ബഹളത്തിനിടയിൽ പീലാത്തോസ് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി. യേശു ഗലീലയിൽ നിന്നുള്ള ഒരാളായിരുന്നു എന്നുള്ളത്. ഗലീല ഭരിച്ചിരുന്നത് ഹേരോദ് അന്തിപ്പാസ് ആയിരുന്നു. ചരിത്രത്തിലെ തന്നെ വലിയൊരു യാദൃശ്ചികം പോലെ പെസഹ പ്രമാണിച്ച് ഹേരോദ രാജാവ് ആ സമയത്ത് യെരുശലേമിൽ തന്നെ ഉണ്ടായിരുന്നു. തൻ്റെ തലയിൽ നിന്ന് ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഇതൊരു നല്ല അവസരമായിട്ട് പീലാത്തോസ് കണ്ടു. അങ്ങനെ യേശുവിനെ ഹേരോദ് താമസിച്ചിരുന്ന അവൻ്റെ അവധിക്കാല കൊട്ടാരത്തിലേക്ക് അയച്ചു. പീലാത്തോസിനെ പോലെയല്ല, ഹേരോദിന് ഭയങ്കര സന്തോഷമായിരുന്നു. യേശു അത്ഭുതങ്ങൾ ചെയ്തു എന്നെല്ലാം അയാൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിനെ കാണാൻ അയാൾ കാത്തിരുന്നു. എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരുമോ എന്ന് യേശുവിനോട് അയാൾ ചോദിച്ചു. പക്ഷേ ഒരക്ഷരം പോലും യേശു മിണ്ടിയില്ല. ഇതിനു മുമ്പ് തന്നെ ദൈവാലയത്തിലെ കാവൽക്കാർ യേശുവിനെ അടിച്ച് ദേഹത്ത് തുപ്പുകയുമൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഹേരോദായുടെ പടയാളികളുടെ വക കൊടുക്കണമായിരുന്നു. രാജാവേ എന്ന് കളിയാക്കി അവർ ചോരയൊലിക്കുന്ന യേശുവിന്റെ പുറത്ത് ഒരു രാജകീയ വസ്ത്രം പുതപ്പിച്ചു. ഹേരോദാവ് അത് കണ്ടു ചിരിച്ചു. എന്നിട്ട് ഞാനൊരു തെറ്റും അവനിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പാഴ്സൽ തിരിച്ചയക്കുന്നത് പോലെ തിരിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞയച്ചു. യേശു തിരിച്ചെത്തിയപ്പോഴേക്കും കാര്യങ്ങൾ കൂടുതൽ വഷളായിരുന്നു. നേരം നന്നായി വെളുത്തു. ആൾക്കൂട്ടം വലിയ തോതിൽ കൂടാൻ തുടങ്ങി. ഇവിടെ വെച്ചാണ് ഈ കഥ ഒരു ഭയാനകമായ വഴിത്തിരിവിലേക്ക് കടക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ചു ദിവസം മുമ്പല്ലേ യേശുവിനെ ജനമെല്ലാവരും രാജാവ് എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിയത്. ഇപ്പോൾ അവർ തന്നെ കൊല്ലണമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നൊക്കെ. വെറും 5 ദിവസത്തിനു മുമ്പേ ഇതേ ജൂതന്മാർ യേശുവിനെ രാജാവായി സ്വീകരിച്ചു. പക്ഷേ യേശു റോമൻ ഭരണത്തെ അട്ടിമറിക്കുമെന്ന് അവർ വിശ്വസിച്ചു. അവർക്ക് ഒരു യോദ്ധാവിനെ, ഒരു മോചകനെയായിരുന്നു ആവശ്യം. പക്ഷേ ഇപ്പോൾ അവർ കാണുന്നത് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് ആളുകൾ അടിച്ച് അവശനാക്കിയ ഒരു യേശുവിനെയാണ്. അപ്പോൾ തന്നെ യേശു ഒരു തട്ടിപ്പുകാരനാണ് എന്ന് അവർ വിചാരിച്ചു. അവരുടെ നേതാവാണ്, മിശിഹയാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ ദുർബലനായ, നിസ്സഹായനായ ഒരു തടവുകാരനായിട്ട് അവർ കണ്ടു. ആ നിരാശ തന്നെ ദേഷ്യമായി മാറി. അതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക എന്ന്. ഗതികെട്ട പീലാത്തോസ് ഒരു കാര്യം ചെയ്തു നോക്കി. യേശുവിനെ ചാട്ടവാറ കൊണ്ട് അടിക്കാൻ അയാൾ പടയാളികൾക്ക് വിട്ടുകൊടുത്തു. ഈ ക്രൂരമായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ജനത്തിന് മതിയാകുമെന്ന് അയാൾ വിചാരിച്ചു. ഈ അടി ചെറിയ അടിയൊന്നുമല്ല. പടയാളികൾ ഉപയോഗിച്ചിരുന്നത് ഒന്നിലധികം തുകൾവാറുകളുള്ള ഒരു ചാട്ടയായിരുന്നു. അതിന്റെ അറ്റത്ത് മൂർച്ചയുള്ള എല്ലിൻ കഷ്ണങ്ങളും ചെറിയ ഇരുമ്പ് കഷ്ണങ്ങളും കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ജീവനോടെ ഒരാളുടെ തൊലി ഉരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പീഡനായുധമായിരുന്നു അത്. ചാട്ടവാറടിയേറ്റ് പലരും മരിച്ചുപോയിട്ടുണ്ട്. എന്നാൽ യേശുവിന് ഇത് വെറും ഒരു തുടക്കം മാത്രമായിരുന്നു. റോമൻ പടയാളികൾ അദ്ദേഹത്തെ ഉപദ്രവിച്ച് രസിക്കുമായിരുന്നു. അത് അവരുടെ ഒരു വിനോദമായിരുന്നു. അവർ മുള്ളുകൊണ്ട് ഒരു കിരീടമുണ്ടാക്കി യേശുവിന്റെ തലയിൽ വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ജനത്തിനു മുമ്പിൽ യേശുവിനെ കൊണ്ടുവന്ന സമയത്ത് യേശു ഒരു മനുഷ്യനാണ് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എന്നിട്ടും ജനത്തിന് തൃപ്തിയായില്ല. അവർ വീണ്ടും വീണ്ടും അലറി വിളിച്ചു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന്. അപ്പോൾ പീലാത്തോസ് അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചെയ്തു നോക്കി. പെസഹ സമയത്ത് ഒരു തടവുകാരനെ വെറുതെ വിടുന്നത് പതിവായിരുന്നു. ഞാൻ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യേശുവിനെയോ അതോ യേശു ബറാബാസിനെയോ എന്ന് പീലാത്തോസ് ചോദിച്ചു. ഞെട്ടണ്ട, നിങ്ങൾ കേട്ടത് ശരിയാണ്. ബറാബാസിന്റെ പേരും യേശു എന്ന് തന്നെയായിരുന്നു. ഈ സംഭവകഥ പറയുമ്പോൾ പലപ്പോഴും വിട്ടുപോകുന്ന ഈ ഒരു കാര്യം ബൈബിളിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വിരോധാഭാസമാണ്. പീലാത്തോസ് ശരിക്കും ചോദിച്ചത് നിങ്ങൾക്ക് ഏത് യേശുവിനെയാണ് വേണ്ടത് എന്നാണ്. കൊലപാതകിയായ യേശുവിനെയോ അതോ രക്ഷകനായ യേശുവിനെയോ എന്ന്. അവർ ആ കൊലപാതകിയായ യേശുവിനെ തിരഞ്ഞെടുത്തു. അതുമാത്രമല്ല, ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം അവർ വിളിച്ചു പറഞ്ഞു, അയാളുടെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന്. പീലാത്തോസ് അങ്ങനെ തന്നെ ചെയ്തു. അയാൾ കൈ കഴുകി യേശുവിനെ ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുത്തു. യേശുവിന്റെ അവസാന ശ്വാസത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പടയാളികൾ അദ്ദേഹത്തെ പ്രൊട്ടേറിയത്തിൽ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോയി. യേശുവിനെ ക്രൂശിക്കേണ്ട കുരിശ് അദ്ദേഹത്തിന്റെ ചുമലിൽ തന്നെ വെച്ചു കൊടുത്തു. പരുക്കനായ, നല്ല ഭാരമുള്ള, നേരത്തെ വധശിക്ഷ കിട്ടിയ ആളുകളുടെ ചോരപ്പുരണ്ട ഒരു കുരിശായിരുന്നു അത്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും യേശുവിന് കടുത്ത വേദന ഉണ്ടായിരുന്നു. പ്രട്ടോറിയത്തിൽ നിന്ന് ഗോൽഗോത്തയിലേക്ക് യെരുശലേം പഴയ നഗരത്തിന്റെ ഹൃദയഭാഗത്തു കൂടെയാണ് യേശു നടന്നു പോയത്. വെറും 600 മീറ്റർ മാത്രമുള്ള ആ വഴി ഇന്ന് ഭൂമിയിലെ തന്നെ ഏറ്റവും പുണ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. അതാണ് കുരിശിന്റെ വഴി അഥവാ വിയ ഡോളറോസ എന്ന് പറയുന്നത്. എന്നാൽ അന്ന് കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്ന വെറും ഒരു സാധാരണ തെരുവ് മാത്രമായിരുന്നു അത്. ചാട്ടവാറടിയേറ്റ് വല്ലാതെ തളർന്നു പോയതുകൊണ്ട് വഴിമതിയെ വെച്ച് കുരിശിന്റെ ഭാരം താങ്ങാനാകാതെ യേശു നിലത്തേക്ക് വീണുപോയി. അവസാനം നഗരത്തിന്റെ പുറത്തുള്ള ഗൊൽഗോത്ത എന്ന് വിളിക്കുന്ന പാറ നിറഞ്ഞ കുന്നിൽ
ആ അവസാന ലക്ഷ്യസ്ഥാനത്ത് അവരെത്തി. അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് യേശുവിന്റെ വസ്ത്രം അഴിച്ചു മാറ്റി. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ മുറിവുകളായിരുന്നു. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പ്രവചനം നിറവേറുന്നത് അറിയാതെ തന്നെ പടയാളികൾ അദ്ദേഹത്തിന്റെ വസ്ത്രം വീതിച്ചെടുത്തു. പിന്നെ ആ നിമിഷം വന്നെത്തി. രാവിലെ 9 മണിക്ക് അവർ അദ്ദേഹത്തെ കുരിശിൽ തറച്ചു. അദ്ദേഹത്തിന്റെ ഇരുവശത്തും മറ്റു 2 കള്ളന്മാരെ ക്രൂശിച്ചു. ഒരാൾ യേശുവിനെ അപമാനിച്ചു, എന്ന മറ്റേയാൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്തു. അവൻ തന്റെ തെറ്റ് സമ്മതിച്ച് യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചു. ഒരാളെ ക്രൂശിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കുന്നത് വേദന കാരണമോ അല്ലെങ്കിൽ ആണികൾ അടിച്ച ഭാഗത്ത് നിന്ന് ചോര ഒഴുകുന്നത് കൊണ്ടോ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ സത്യം അതിലും ഭയാനകമാണ്. ശ്വാസമുട്ടലാണ് യഥാർത്ഥ മരണകാരണം. ശ്വാസം ഒട്ടും എടുക്കാൻ പറ്റില്ല. ശ്വാസം എടുക്കണമെങ്കിൽ ആണിയിൽ പ്രസ് ചെയ്ത് ലേശം ഉയർന്നാൽ മാത്രമേ ശ്വാസം എടുക്കാൻ പറ്റുള്ളൂ. അന്ന് അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എത്രത്തോളം സമയം ഒരാൾക്ക് പരമാവധി വേദന കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വേദന കൊടുക്കുന്ന ഒരു മരണമാണത്. മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പും കൂടെയാണ് ഈ ശിക്ഷ. ഇതിന്റെ ഇടയ്ക്ക് പോലും ജനം അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരുന്നു. മറിയയും യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനും ഒരുമിച്ച് നിന്ന് കരഞ്ഞു. അത്രയും കഷ്ടപ്പാടുകൾക്കിടയിലും അവസാനം വരെ കൂടെ നിന്ന് ഒരേ ഒരു ശിഷ്യൻ യോഹന്നാൻ മാത്രമായിരുന്നു. പിന്നെ ആർക്കും വിശദീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം സംഭവിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ആ പ്രദേശം മുഴുവൻ ഇരുണ്ടുപോയി. ഉച്ച സമയത്ത് ആകാശം ഇരുണ്ടുമൂടി. ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്നത് പോലെയായിരുന്നു അത്. ആ ഭയാനകമായ ഇരുട്ടിൽ യേശു തന്റെ അവസാനത്തെ വാക്ക് പറഞ്ഞു. സകലതും നിവൃത്തിയായി. യേശുവിന്റെ ദൗത്യം അതായിരുന്നു. ആരും യേശുവിന്റെ ജീവൻ എടുത്തതല്ല, അദ്ദേഹം അത് സ്വയം നൽകിയതാണ്. നിങ്ങളും ഞാനും ചെയ്ത ഓരോ തെറ്റുകൾക്കും വേണ്ടി അദ്ദേഹം സ്വയം കഷ്ടപ്പാടുകൾ ഏറ്റുവാങ്ങി. ആ സമയത്ത് ഭൂമി അതിനോട് പ്രതികരിച്ചു. ഒരു ഭൂകമ്പം ഉണ്ടായി. യെരുശലേം ദൈവാലയത്തിൽ ഉണ്ടായിരുന്ന തിരശീല 2ആയി കീറി. ദൈവത്തിനും മനുഷ്യനും ഇടയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മനുഷ്യർ നിർമ്മിച്ചെടുത്ത വേലി തകർന്നു. ഇനി മുതൽ പിതാവിലേക്കുള്ള വഴി ആർക്കും അടഞ്ഞു കിടക്കില്ല. യേശു ക്രൂശിൽ വെച്ച് മരണത്തെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റ് മരണത്തെ കീഴടക്കി. കാരണം കുരിശ് ഒരു അവസാനമല്ലായിരുന്നു, അതൊരു വാതിലായിരുന്നു, പിതാവിലേക്ക് അടുക്കാനുള്ള ഏക വാതിൽ.